ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യതരായ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തന്മാർ, ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രി ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 9 നാളുകളിലും ദൈവത്തിൻ്റെ വലിയ കൃപയും ശക്തിയും ബലവും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. 10ാം രാത്രിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ ശക്തിയും കൃപയും അനുഭവിപ്പാൻ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മോട് സംസാരിച്ചവനായ ദൈവം, ആലോചനയാൽ ദൈവിക വചനത്താലൊക്കെ നമ്മെ നിറച്ചവനായ ദൈവം ഈ രാത്രിയും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നമ്മുടെ നടുവിൽ അവൻ പ്രവർത്തിപ്പാൻ ശക്തനായി കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. സ്തോത്രം. ഈ രാത്രി നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യേ ദൈവം ശക്തിയോട് ഉപയോഗിക്കും. മുൻവിധികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, പലപ്പോഴും നമുക്ക് ഓരോ മുൻവിധികളുണ്ട്. ഈ മുൻവിധികളെല്ലാം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട്, കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, എനിക്ക് ഇന്ന് രാത്രി എന്നല്ല ഈ നാളുകളെ ജീവിപ്പാൻ ആവശ്യമായ ബലവും സ്വർഗീയ മന്നയും നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമ്മെ നിറപ്പാൻ ശക്തനായി കൂടെയുണ്ട്. ഈ രാത്രികാലം വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമുക്ക് ദൈവകരങ്ങളിലായിരിക്കാം. തുടർന്നുള്ള സമയം ദൈവത്തിന് വചനം ശുശ്രൂഷിപ്പാനായി കർത്താവിന്റെ വിലയേറിയദാസൻ ആമേൻ സ്തോത്രം വെമ്പായം ദൈവസഭയുടെ ശുശ്രൂഷകനായി ചുമതല വഹിക്കുകയും കേരള സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് ട്രഷറായിട്ടും ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ TM കോശി ഈ രാത്രികാലം നമ്മുടെ മധ്യയുണ്ട്. ബഹുമാനപ്പെട്ട പ്രിയ കർത്തദാസൻ ഇന്ന് രാത്രി ദൈവം ശുശ്രൂഷിക്കുമ്പോൾ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. നാം എത്രമാത്രം പ്രാർത്ഥിക്കുമോ അത്രമാത്രം ദൈവം പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. ഈ രാത്രിയും കർത്തദാസനെ ശുശ്രൂഷകൾക്കായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സ്വർഗം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീത രാത്രിയായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, സഭയുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ GJ അലക്സാണ്ടർ, പാസ്റ്റർ ജോമോൻ അബ്രഹാം, പാസ്റ്റർ പ്രവീൺ ജോസഫ്, ഉപവാസത്തിലായിരിക്കുന്ന ദൈവജനം എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഉപവാസത്തിൻ്റെ 10ാമത്തെ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. ഈ ദിനങ്ങളെല്ലാം ദൈവം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിനങ്ങളിൽ പ്രവർത്തിച്ച നമ്മുടെ മധ്യ വെളിപ്പെട്ട ദൈവത്തിൻ്റെ വചനം, അതേ ദൈവവചനം ഇന്നും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മുടെ മധ്യേ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്, അതേ പരിശുദ്ധാത്മാവ് ഇന്നും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മധ്യയിൽ വ്യാപരിപ്പാനിടയാകേണ്ടതിന് എല്ലാവരും ഹല്ലേലൂയ തുറന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ മധ്യയിൽ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉപവസിക്കുന്ന എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ. ഉപവാസം കഴിഞ്ഞ് ഒരു വിടുതലോടെ എഴുന്നേൽപ്പാൻ ദൈവം നമുക്ക് കൃപ പകരട്ടെ. അല്പസമയത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവവചന ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, 7-8 വാക്യങ്ങളൊന്ന് വായിക്കാം. ധൈര്യമായിട്ട് നേരിടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിട്ട് അതിനെ അഭിമുഖീകരിപ്പാനിടയായി. നമുക്കറിയാം, ഇസ്രായേൽ രാജ്യത്തിൽ ഒരു സമയമായപ്പോൾ ശലോമോൻ രാജാവിൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവസന്നിധിയിൽ ചെയ്ത തെറ്റിന് ഫലമായിട്ട് ഈ 2 രാജ്യങ്ങൾ വളരെ നാള് അനേക രാജാക്കന്മാർ ഭരിച്ചുകൊണ്ട് ആ രാജ്യങ്ങൾ മുൻപോട്ട് പോകുവാനിടയായി. തെക്കേ രാജ്യം, വടക്കേ രാജ്യം എന്നിങ്ങനെ പേരിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദ എന്നും ഇസ്രായേൽ എന്നും പേരിൽ ആ 2 രാജ്യങ്ങൾ മുൻപോട്ട് പോകുവാനിടയായി. ആ 2 രാജ്യങ്ങളെയും അനേക രാജാക്കന്മാർ ഭരിക്കുവാനിടയായി. 20, 18 വെച്ച് ഒക്കെയുള്ളതായ രാജാക്കന്മാർ തുടർമാനമായിട്ട് അവരെ ഭരിച്ചുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നമുക്കറിയാം, ഇസ്രായേൽ രാജ്യം ദൈവത്തിൻ്റെ ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ്.
അവർ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പോകുവാനാണ് ദൈവം അവരെ കണ്ടിരുന്നത്. രാജാക്കന്മാരെ എല്ലാം ദൈവം അഭിഷേകം ചെയ്തത് ദൈവത്തിൻ്റെ ഹിതം ആ രാജ്യങ്ങളിൽ നടപ്പാക്കുവാൻ വേണ്ടിയായിരുന്നു. ദാവീദ് രാജാവിൻ്റെ ഹൃദയപ്രകാരം, അല്ലെങ്കിൽ ദാവീദ് രാജാവിനെ പോലെ, പ്രൈസ് ദി ലോർഡ്, മറ്റനേകരും ഭരിക്കണമെന്ന്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നാം പഠിക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ശുശ്രൂഷ ചെയ്തതായിട്ട് കാണുവാൻ കഴിയുന്നു. പല രാജാക്കന്മാരും എന്നാൽ ദാവീദിൻ്റെ വഴികളെ വിട്ടുപോകുവാനിടയായി. ഞാൻ ഇപ്പോൾ എടുത്ത വചനത്തിൽ ചില ഭാഗങ്ങൾ ഈ 21 ദിവസത്തെ ഉപവാസത്തിൽ തന്നെ നമുക്കിവിടെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ ഞാൻ എൻ്റെ ചിന്തയിൽ ഇത് വന്നതുകൊണ്ടും ഇവിടെ ഈ വചനം ചിന്തിക്കണമെന്ന് ചിന്തിച്ചത് കൊണ്ടുമാണ് ഇന്ന് രാത്രി വേളയിൽ ഈ വചനം എടുക്കുവാനിടയായത്. അങ്ങനെയെങ്കിൽ അനേക രാജാക്കന്മാരിൽ ദൈവഹിതപ്രകാരം നിന്നവർ, അഥവാ ദാവീദിൻ്റെ വഴിയിൽ ദാവീദ് ചെയ്തതുപോലെ ഭരണം നടത്തിപ്പോയവർ തുലോം കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം സത്യദൈവമായ യഹോവയെയും ദൈവത്തെയും, ദൈവത്തിൻ്റെ പ്രമാണത്തെയും ന്യായപ്രമാണത്തെയും ദൈവത്തിൻ്റെ ആരാധനയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ താന്താങ്ങളുടെ വഴിയിൽ പാപത്തിൻ്റെ വഴിയിൽ മുൻപോട്ട് പോകുവാനിടയായി. എന്നാൽ അതിൻ്റെ മധ്യയിൽ അനുഗ്രഹീതരായ പല രാജാക്കന്മാരും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായ ഒരു രാജാവാണ് ഹിസ്കിയാ രാജാവ് എന്ന് പറയുന്ന ഇവിടെ നാം വായിച്ചതായ വ്യക്തി. പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്തം 29, 30, 31, 32 അധ്യായങ്ങളിലും 2 രാജാക്കന്മാർ 18, 19, 20 അധ്യായങ്ങളിലും യെശയ്യാ പ്രവചനം 36, 37, 38 അധ്യായങ്ങളിലും ഹിസ്കിയാവിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. 2 ദിനവൃത്താന്തം 29 മുതലും 2 രാജാക്കന്മാർ 18 മുതലും യെശയ്യാ പ്രവചനം 36 മുതലുമുള്ള 2-3 അധ്യായങ്ങളിൽ ഹിസ്കിയാവിൻ്റെ ചരിത്രം നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഹല്ലേലൂയ നമുക്കിവിടെ എടുത്തു പറയുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ഹിസ്കിയാവിനോടുകൂടെ ഹല്ലേലൂയ ഒരു പ്രവാചകനും കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താൻ ഒറ്റയ്ക്കല്ല ഭരണം നടത്തിയത്, പ്രവാചകനാണ് ഭരണം നടത്തിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നിന്ന് ഹല്ലേലൂയ പ്രവാചകന്റെ ആലോചന കേട്ടുകൊണ്ട്, ദൈവ ശബ്ദം കേട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ ചുമതല ഏറ്റെടുത്ത നാൾ മുതൽ പ്രൈസ് ദി ലോർഡ് വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവ ശബ്ദത്തിന് വേണ്ടി താൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. താൻ ഭരണമേറ്റു കഴിഞ്ഞപ്പോൾ തനിക്ക് മുൻപുള്ള രാജാവിനെ കുറിച്ചൊക്കെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തനിക്ക് മുൻപിരുന്ന രാജാവൊക്കെ ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആരാധനയെ നഷ്ടമാക്കിക്കൊണ്ട്, സത്യവഴിയിൽ നടക്കാതെ, ന്യായപ്രമാണത്തെ അംഗീകരിക്കാതെ, അശേര പ്രതിഷ്ഠകളെയും ബാൽ വിഗ്രഹങ്ങളെയും ആരാധിച്ച് അവിടെ പൂജാഗിരികൾ ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ ആ രാജാക്കന്മാർ മുൻപോട്ട് പോയപ്പോൾ അതിനെ ഒന്നും ഗണ്യമാക്കാതെ തന്നെ ഏൽപ്പിച്ച ചുമതലയുടെ മധ്യയിൽ താൻ വ്യത്യസ്തമായതൊന്ന് ചെയ്യുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ ഹല്ലേലൂയ മുൻപ് എന്താണ് നടന്നതെന്ന് നമ്മളാരും അന്വേഷിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. അത് നമ്മെ ദൈവം എവിടെയാക്കിയാലും, അത് സഭാജീവിതത്തിലാണേലും അല്ലെങ്കിൽ നമ്മുടേതായ ജോലി സ്ഥാനത്തായിരുന്നാലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലായിരുന്നാലും പണ്ടിരുന്നവർ എന്ത് ചെയ്തോ അതേപടി ഞാൻ മുൻപോട്ട് പോകുന്നു, അവരങ്ങനെയല്ലോ ചെയ്യുന്നത്, അതുപോലെ എനിക്കും ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു ചിന്തയല്ല ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അവൻ്റെ ഉള്ളത്തിൽ ദൈവം പകർന്നിരിക്കുന്ന ചില ചിന്തകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ 32-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. മതി. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുവാൻ കഴിയുന്നത് ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സൻഖരീബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ താൻ രാജഭരണം ഏറ്റെടുത്ത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ താൻ മുൻപോട്ട് പോയി ചില കാര്യങ്ങളൊക്കെ ഈ യുദ്ധത്തിന് മുൻപ്, യുദ്ധം വരുന്നതിന് മുൻപ് താൻ ചില പ്രത്യേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം താൻ ചെയ്ത രാജ്യത്തെ മുൻപോട്ട് പോകുവാനിടയായി. രാത്രി ദൈവ പൈതലെ
അല്ലെങ്കിൽ ഞാൻ കേൾപ്പിച്ചതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ഉള്ളത്തിൽ തരുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരമല്ല. സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതൽ നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ചുമതലകളുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനല്ല, മറ്റുള്ളവർ ചെയ്തതുപോലെ ചെയ്യുവാനല്ല, എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പദവികളുടെ മധ്യയിൽ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് അറിഞ്ഞു ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ ഇത് ശത്രുവിന് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അല്ല, ചിലത് ദൈവഹിത പ്രകാരം ഒരു ദൈവ പൈതൽ ചെയ്യുവാൻ തീരുമാനമെടുത്ത് കഴിയുമ്പോഴാണ് ശത്രു യുദ്ധത്തിനായി കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവ പൈതൽ മനസ്സിലാക്കണം, നമ്മുടെ ഒക്കെ മുൻപിൽ യുദ്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനപ്രകാരം നാം മുൻപോട്ട് പോകുവാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ദൈവഹിതപ്രകാരം നാം ചെയ്യുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അതൊക്കെ അങ്ങോട്ട് നടന്ന് തീരുന്നതോടുകൂടെ ചില യുദ്ധങ്ങളും നമ്മുടെ മുൻപിൽ കടന്നു വരും. ഹല്ലേലൂയ. അല്ലേ, ഹിസ്കിയാ പ്രവാചകൻ, ഹിസ്കിയാ രാജാവ് തൻ്റെ ജീവിതത്തിൽ 32-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിന് മുൻപുള്ളതായ 29, 30, 31 അധ്യായങ്ങളിൽ താൻ ചുമതലയേറ്റ് എന്ത് ചെയ്തു? ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തികളും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സെൻഖരീബ് വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ചില ഹല്ലേലൂയ ഈ കാര്യങ്ങൾ എന്താണെന്ന് 3-4 കാര്യങ്ങൾ ചിന്തിച്ച് വേഗം ദൈവസന്നിധിയിൽ ഇരുപ്പാൻ ആഗ്രഹിക്കുകയാണ്. യുദ്ധം വരുന്നതിന് മുൻപേ. സ്തോത്രം. ഒരു ദൈവപൈതലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ചിലത് ഹല്ലേലൂയ ഏൽപ്പിക്കുമ്പോൾ അതൊരു ഭവനത്തിൻ്റെ ചുമതലയായിരിക്കാം. നമ്മെ എവിടെ ദൈവം എന്ത് ഏൽപ്പിച്ചാലും ഹല്ലേലൂയ നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ആലോചനയോടുകൂടെ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നത് നാം ചെയ്യണം. ഈ ഹിസ്കിയാവ് ഒരു 5-6 കാര്യങ്ങൾ, ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തികളും എന്ന് അവിടെ വായിച്ച രീതിയിൽ ആ കാര്യങ്ങൾ എന്താണ്, താൻ ചെയ്ത കാര്യങ്ങൾ എന്താണ്, താൻ ചെയ്ത വിശ്വസ്ത പ്രവൃത്തികൾ എന്താണ്, ദൈവസന്നിധിയിൽ താൻ ചെയ്ത കാര്യങ്ങൾ എന്താണ്, താൻ ചെയ്ത വിശ്വസ്ത പ്രവൃത്തികൾ എന്താണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താൻ ചിലത് ചെയ്തു. ഒരു കാര്യമൊന്നും ആദ്യമായിട്ട് നമുക്ക് വായിക്കാം. അല്ലെ, 29-ാം അധ്യായം. ഞാൻ മറ്റ് പുസ്തകങ്ങളിലേക്ക് പോകുന്നില്ല. ദിനവൃത്താന്തത്തിൽ നിന്ന് തന്നെ 29-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം ഒന്ന് വായിക്കാം. അതെ വായിക്കാം. ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹിസ്കിയാവ് ചെയ്ത ഒന്നാമത്തെ കാര്യം ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്താക്കി. പ്രൈസ് ദി ലോർഡ്. രാജഭരണം നടത്തുവാൻ ഏൽപ്പിച്ച വ്യക്തി രാജഭരണമല്ല ഒന്നാമത് ചെയ്യുവാനിടയായത്, അല്ലെങ്കിൽ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനപ്പെടുത്തുവാനിടയായി. ഇവിടെ മോദി ഗവൺമെൻറ്റോ മറ്റു ഗവൺമെൻറ്റോ കടന്നു വന്നാൽ അല്ലെങ്കിൽ അവരാദ്യം ചെയ്യുന്നത് ഇവിടുത്തെ ഭൗതിക വിഷയങ്ങൾ, എക്കണോമി അല്ലെങ്കിൽ ഇവിടുത്തെ വാണിജ്യം, ഇവിടുത്തെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള നിലവാരങ്ങളിൽ ഭൗതികമായ വിഷയങ്ങളിൽ അവർക്കുള്ള പ്ലാനുകൾ, പദ്ധതികൾ അവർ നടക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ട ഇസ്രയേൽ ജനത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം അധിപനായി അല്ലെങ്കിൽ ദൈവം അഭിഷേകം ചെയ്താക്കിയതായ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ ഹിസ്കിയാവിന് അറിയാം, ഭരണം മുൻപോട്ട് വ്യക്തമായി പോകണമെങ്കിൽ ആലയത്തിലെ കാര്യം യഥാസ്ഥാനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതല് പലതും മുടങ്ങിക്കിടക്കുമ്പോൾ, ഒരു പക്ഷേ പലതിനും വിടുതലില്ലാതെ ഇരിക്കുമ്പോൾ, നാം ഏൽക്കപ്പെട്ടതായ പല വിഷയങ്ങളിലും ആഗ്രഹിക്കുന്നതായ ഒരു വിടുതൽ കാണാതെ ഇരിക്കുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മോട് വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഭൗതിക വിഷയങ്ങളല്ല, ഹല്ലേലൂയ, അതിനു മുൻപായിട്ട് നമ്മെ ഏൽപ്പിക്കുന്ന ആത്മീയ ചുമതലകൾ. ഹല്ലേലൂയ. ഹിസ്കിയാവിനെ അതാരും ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ഹിസ്കിയാവ് ആരാണ്? അവൻ പ്രമാണമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്.
മറ്റുള്ള രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ന്യായപ്രമാണത്തിൻ്റെ ആഴം, ഹല്ലേലൂയ, യഹൂദ ജനത്തിന് ദൈവത്തിൻ്റെ വിളി, ഹല്ലേലൂയ, ശ്രേഷ്ഠ ജനമായിട്ട് ഇസ്രായേലിനെ ദൈവം കണ്ടു എന്നുള്ള ആഴമായ ചിന്ത അറിയാവുന്നതായ ഹിസ്കിയാവ് തൻ്റെ ജീവിതത്തിൽ ഒന്നാമത് ചെയ്ത കാര്യം ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധനയെ യഥാസ്ഥാനപ്പെടുത്തുവാനിടയായി. ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ 29-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹിസ്കിയാവ് എന്തൊക്കെയാണ് അവിടെ ചെയ്തത് എന്ന്. ഹല്ലേലൂയ, ഞാൻ വേഗം ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. മറ്റ് പുസ്തകങ്ങളിലും അതുണ്ട്. ഹല്ലേലൂയ, മറ്റു പുസ്തകത്തിൽ ഒരു വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് മോശയുണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു. അടുത്തത് നെഹുഷ്ഠാൻ എന്ന പേര്. പണ്ട് ദൈവജനത്തിന് ഒരു വിടുതലിന് ദൈവമൊരുക്കിയ, ദൈവം മോശയ്ക്ക് കൊടുത്തതായ ഒരു അത്ഭുത ദർശനത്തിൻ്റെ വഴിയാണ് താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തുക എന്നുള്ളത്. ഹല്ലേലൂയ, ശാപത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മോശ ഒരിക്കൽ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വിഗ്രഹത്തെ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ജനം മറന്നു പോകുവാനിടയായി. സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അത് അവർക്കൊരു പ്രത്യേക അടയാളം അന്നേരം അനുഭവിക്കുന്ന ശാപത്തിൽ നിന്ന് അവരെ വിടുവിപ്പാൻ തൽക്കാലമായിട്ട് ഒരുക്കി കൊടുത്ത ഒരു പദ്ധതിയാണെങ്കിലും അത് പിന്നത്തേതിൽ അവർ പാപത്തിൻ്റെ വഴിയായിട്ട് അതിനെ വെച്ച് പുലർത്തി വർഷങ്ങളോളം അതൊരു വിഗ്രഹാരാധനയാക്കി മാറ്റിയെടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പഴയകാല അനുഭവങ്ങൾ കീഴ്വഴക്കങ്ങളായി, പരിചയങ്ങളായി പലപ്പോഴും ദൈവത്തിൻ്റെ പ്രമാണത്തെ വിട്ട് തന്നിഷ്ടത്തിനും തൻ്റെ കാര്യത്തിനുമായി ഇന്ന് അനേകര് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വിഷയങ്ങൾ തുടങ്ങിയത് ദൈവത്തിൻ്റെ പ്രത്യേക ആലോചന പ്രകാരമാണ്. ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജനത്തിൽ നിറവേറുവാൻ ദൈവദാസന്മാർക്ക് കൊടുത്ത കൽപ്പനയും ആലോചന പ്രകാരം ചിലത് നടത്തിയെടുത്തത് പിന്നത്തേതിൽ ചില തെറ്റായ കീഴ്വഴക്കങ്ങളായി പോയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അന്യാരാധനയുടെ വഴികളായി പോയെങ്കിൽ ഇന്ന് അതിനെ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് അറിയാതെ തെറ്റായ വഴികളിലാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം ഇടപെടുകയാണ്. ആദ്യം ഇടപെട്ട അർത്ഥത്തിൽ അതെടുക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അതിനെ തകർത്തു കളയുവാൻ ദൈവം നമ്മോട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിച്ച ചിലത്, ഞാൻ വേഗം മുൻപോട്ട് വരികയാണ്, ദൈവം ആഗ്രഹിച്ചത് തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കുന്നുവെങ്കിൽ, ദൈവം നമുക്ക് തന്ന നല്ല പ്രമാണങ്ങളുണ്ട്, നല്ല കീഴ്വഴക്കങ്ങളുണ്ട്, നല്ല അനുഭവങ്ങളുണ്ട്. എന്നാൽ കാലം പോകുമ്പോൾ കാലങ്ങൾ മാറി വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെട്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, അനേക സഭകളിൽ കാണുന്നത് ചിലതെല്ലാം കീഴ്വഴക്കങ്ങളായി മാറുകയാണ്. പണ്ട് അത് ചെയ്തു, പണ്ട് അങ്ങനെ ചെയ്തു, പിന്നെ മാറി മാറി വന്നു. കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം അതിൽ നിന്ന് മാറിപ്പോകുവാനിടയായി. സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. എന്നാൽ ഹിസ്കിയാവ് ചെയ്തത് അതൊരു വിഗ്രഹ ആരാധനയായി മാറിയപ്പോൾ ഹിസ്കിയാവ് ദേശത്ത് അന്യാരാധന ഉയർന്നു നിന്നത് പൂജാഗിരികളെയും വിഗ്രഹ സ്തംഭങ്ങളെയും ഹല്ലേലൂയ നെഹുഷ്ഠാൻ പോലെയുള്ളതായ ദൈവഹിതമല്ലാത്ത ഹല്ലേലൂയ സകലതിനെയും ഹിസ്കിയാവ് വെട്ടിക്കളയുവാനിടയായി. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, നാം ഉപവാസത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിന് ഹിതമല്ലാതെ അവിടെ ഉയർന്നു നിൽക്കുന്നതായ വചനവിരുദ്ധമായ കാര്യങ്ങളെ ദൈവജനം വെട്ടിക്കളയുവാനിടയാകണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഹല്ലേലൂയ, സ്തോത്രം, നാം ചില ശുദ്ധീകരണങ്ങൾ അത് ആരാധനയുമായുള്ള ബന്ധത്തിൽ ചില കീഴ്വഴക്കങ്ങളായിട്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹിതമറിയാതെ പലയിടങ്ങളിലും മുൻപോട്ട് പോകുന്ന അവസ്ഥകൾ അത് വചനവുമായി താരതമ്യം ചെയ്യുമ്പോൾ തെറ്റ് എന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം ഇടപെടുകയാണ്. നാം അതിനെ അകറ്റിക്കളയുവാനിടയാകണം. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ഹിസ്കിയാവ് ഒന്ന് ചെയ്തത് രാജ്യത്തുള്ളതായ അന്യാരാധന വിഗ്രഹങ്ങളെ താൻ മുടിച്ചു കളയുവാനിടയായി, താൻ ദേശത്ത് നിന്ന് അകറ്റിക്കളയുവാനിടയായി, താൻ അതിനെ തകർക്കുവാനിടയായി. ഇന്ന് രാത്രികാലം അതിനായി ഏൽപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ആരാധനയിൽ കടന്നു വന്നതായ തെറ്റായ കാര്യങ്ങൾ ഇന്ന് രാത്രികാലം യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സ്വയം ഒന്ന് ശോധന ചെയ്ത് കണ്ടുപിടിച്ച് ആരാധന യഥാസ്ഥാനപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ആത്മീയ ആരാധനയിൽ ആദ്യകാലങ്ങളിൽ നാം ആത്മാവിൽ ആരാധിച്ച അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ചില പരിചയങ്ങളായി അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ചില സാഹചര്യങ്ങളായിട്ട് ഈ നാളുകളിൽ കർത്താവുമായി ബന്ധമില്ലാത്ത അനുഭവത്തിൽ മുൻപോട്ട് പോകുന്നുവെങ്കിൽ പരിചയങ്ങളെയും കീഴ്വഴക്കങ്ങളെയും മാറ്റിയിട്ട് ഹല്ലേലൂയ ആരാധന യഥാസ്ഥാനമാക്കുവാൻ ഇന്ന് പകൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം ഇടപെടുകയാണ്. ചില പരിചയങ്ങൾ, ചില കീഴ്വഴക്കങ്ങൾ, യഥാർത്ഥ ദൈവവുമായിട്ടുള്ള ബന്ധം പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ചില വിഗ്രഹങ്ങളൊക്കെയും ദൈവജനത്തിൻ്റെ ഉള്ളിലും കടന്നുകൂടുന്ന സാഹചര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രികാലം നമുക്ക് ശോധന ചെയ്യാം. കർത്താവേ, ദൈവഹിതമല്ലാത്ത ആരാധനയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും തെറ്റായ വിഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നുണ്ടോ? ദേശത്തെക്കുറിച്ചും അവിടുത്തെ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും. പുതിയ നിയമത്തിൽ ദൈവം പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നാം അറിയുന്നില്ലയോ? ഈ മന്ദിരത്തെ നശിപ്പിക്കരുത്. ഹല്ലേലൂയ. വേറെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. നമ്മുടെ ജീവിതമാകുന്ന അനുഭവത്തിൽ, നാം ആകുന്ന അനുഭവത്തിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഹല്ലേലൂയ, ആരാധന നാം യഥാസ്ഥാനപ്പെടുത്തുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആരാധനയുടെ അനുഭവങ്ങൾ, ആരാധന എന്ന് പറയുമ്പോൾ കടന്നു വന്ന് നാം ദൈവത്തെ കൈകൊട്ടി പാടി ആരാധിക്കുന്നുണ്ട്. എന്നാൽ ആരാധന എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. നിരന്തരമായി നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിരന്തരമായി ഒരുവന്റെ ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ ഉയർന്നു വരുന്നതായ ഒരു ആത്മീയ അനുഭവത്തിനാണ് ആരാധന എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേകരുടെ ഫാൻസ് ഉണ്ട്. മമ്മൂട്ടി ഫാൻസ്, അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ്, അവരുടെ ആരാധനാ വൃന്ദങ്ങളാണ്. അതെന്ന് വെച്ചാൽ അവരുടെ ഉള്ളത്തിൽ എപ്പോഴും എവരെ ഓർക്കുമ്പോൾ വലിയ ഒരു എന്താണ്, ഒരു ആവേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ചിന്തയാണ്. അത് പടം കാണുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ചിലർക്ക് അങ്ങ് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. അവർ ചില ക്ലബുകളൊക്കെ രൂപീകരിച്ച് അവർക്ക് വേണ്ടിയുള്ള പല പ്രവർത്തനം, അവരുടേതായ കാര്യങ്ങളൊക്കെ വിജയമായി തീരുവാൻ പ്രവർത്തിക്കുന്ന പല സംഘടനകളെയും നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ആരാധന നമ്മിൽ എപ്പോഴും വെളിപ്പെടുമാറാകട്ടെ. നാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം നിരന്തരമായി നമ്മിൽ നിന്ന് ഉയർന്നുകൊണ്ട് എന്നെ വീണ്ടെടുത്ത കർത്താവിനെ പാടിയതുപോലെ ഹല്ലേലൂയ 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിന് എഴുതോ? ഹല്ലേലൂയ. 1000 നാവ് കൊണ്ട് വർണ്ണിപ്പാൻ കഴിയാത്തവണ്ണം നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്ത, നമ്മെ വീണ്ടെടുത്ത, നമ്മെ മക്കളും അവകാശികളുമാക്കി തീർത്ത ദൈവത്തിൻ്റെ പദ്ധതി വലിയതാണ് എന്ന് ഇന്ന് രാത്രികാലം അറിഞ്ഞ് ദൈവത്തെ ഉള്ളത്തിൽ നിന്ന് ആരാധിക്കുന്നവർക്കായി ഉള്ളത്തിൽ നിന്ന് ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. രക്തം ജയം യേശുവിന്റെ നാമത്തിൽ ജന വെളിപ്പെടുത്തുന്നവരായിരിക്കട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. രണ്ടാം വാക്യം, രണ്ടാമത്തെ ചിന്ത 30-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. എല്ലാ ഇസ്രായേലിന്റെയും യഹൂദയുടെയും അടുക്കൽ ആളയച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫ്രൈമിനും മനശ്ശെക്കും എഴുത്തും എഴുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെസഹ തുടങ്ങിയപ്പോഴാ, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ദേശം യഹൂദദേശമാണ്. എന്നാൽ തൻ്റെ ഉള്ളത്തില് തങ്ങളിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നതായ ഇസ്രായേൽ രാജ്യത്തെയും താൻ ഓർക്കുവാനിടയായി. സ്തോത്രം പറയാമോ?
ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെ രണ്ടാക്കി തീർന്നു, 2 രാജ്യമായിട്ട് പോകുകയാ. എന്നാൽ ആത്മീയ വിഷയം വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, അല്ലെ ആരാധനയുടെ അഥവാ തനിക്കൊരു ചുമതല കിട്ടിയപ്പോൾ അവരവിടെ നിൽക്കട്ടെ, സ്വത്രം ഞങ്ങളിവിടെ പെസക കഴിച്ചോളാം എന്നുള്ള ഒരു ചിന്തയല്ല ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു രാജ്യത്ത് തങ്ങളുടെ രക്തമായി, തങ്ങളുടെ ഗോത്രങ്ങളായി മറ്റു ചില ഗോത്രങ്ങൾ മറ്റൊരു രാജ്യത്തില് മറ്റൊരു രാജാവിൻ്റെ അധീനതയിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ ജനത്തെ ഒന്നെന്ന് കണ്ടുകൊണ്ട് ഒരു പെസഹയ്ക്ക് ആരംഭമിടുന്ന ഒരു ഹിസ്കിയാവിനെ അവിടെ കാണുവാൻ കഴിയുകയാണ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ദേശത്ത് 10 ഗോത്രങ്ങളുമായിട്ട് ഒരു പെസഹ നടത്തിയാൽ മതി, ആരും ചോദിക്കത്തില്ല. എന്നാൽ അതല്ല ഹിസ്കിയാവിൻ്റെ മനസ്സെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ദാവീദിന്റെ വഴിയിൽ നടന്ന മനസ്സാണ് അവൻ്റെ ഉള്ളത്തില്. ഹല്ലേലൂയ, ദൈവജനത്തെ കുറിച്ചുള്ള ഒരു ആഴമായ ഐക്യചിന്തയുണ്ട്. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവവൈതലേ, ഉപവാസത്തിന്റെ മധ്യയിലായിരിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, നമ്മുടെ കൂട്ടുകുടുംബങ്ങളില്, നമ്മുടെ സഭയില്, ഹല്ലേലൂയ, ആരെങ്കിലും എതിർത്ത് മാറി നിൽക്കുന്ന ഈ ചിന്ത ഇപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ വന്നത്. ഇതുവരെ ദൈവം എനിക്ക് തരാതിരുന്ന ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും അകന്നു മാറി നിൽക്കുന്നുവെങ്കിൽ ആത്മീയ വിഷയം വരുമ്പോൾ ആരും അകന്നു നിൽക്കേണ്ട കാര്യമില്ല. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ ആരാധനയോടെ ദൈവഹിത പ്രകാരം യെശയ്യാവോട് ചേർന്ന് ഭരണം നടത്തി അവൻ മുൻപോട്ട് പോകുമ്പോൾ അവൻ ദൈവജനത്തെ കാണുന്നത് ഒന്ന് എന്ന അനുഭവത്തിലാണ്. സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. തൻ്റെ കാര്യം നടത്തിയെടുത്തിട്ട് താൻ എന്തെങ്കിലും ചെയ്ത തനിക്കൊരു വിജയം വന്ന എല്ലാവരും തന്നെ ഒന്ന് പുകഴ്ത്തി നല്ലത് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഹിസ്കിയാവ് ഏൽപ്പിച്ചു കൊടുത്തത്. ഹാലിലെ തൻ്റെ ജനം ചില 2 ഗോത്രങ്ങൾ മാറി ഒരു ദേശത്തായിരിക്കുന്നു. അവർക്കും ഒരു എഴുത്ത് താൻ എഴുതുവാനിടയായി. ഞങ്ങൾ പെസഹ ആചരിപ്പാൻ പോകുകയാണ്, നാളുകളായി മുടങ്ങിക്കിടന്ന പെസഹയാണ്. ഹല്ലേലൂയ, നിങ്ങൾ മാറി നിൽക്കരുത്. ഞങ്ങളുടെ ദേശത്തേക്ക് ഈ മുടങ്ങിക്കിടക്കുന്ന പെസഹ ഞങ്ങളിവിടെ നടത്തുമ്പോൾ നിങ്ങളും വന്ന് ഞങ്ങളോട് ആ പെസഹ ആചരിപ്പാനിടയാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അല്ലെ ദൈവത്തിൻ്റെ ആത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. നാം ക്രിസ്തുവിലെ ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ലെ അപ്പമൊന്നാകെ കൊണ്ട് പലരായ നാമ ഒരു ശരീരമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എവിടെയെങ്കിലും അകൽച്ചകളോ വിള്ളലുകളോ ഉണ്ടെങ്കിൽ പെസഹ നമ്മുടെ മുൻപിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെസഹയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഇതാരും അറിയാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ചിന്ത ഞാൻ പറയട്ടെ. ഇവിടെ നിന്നപ്പോൾ വന്ന ഒരു ചിന്തയാണ്. ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ നമ്മെ ഐക്യതയോടെ നടത്തുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കുള്ളവരെയും നമ്മുടെ ഉപവാസത്തെയും അല്ലെ നമ്മുടെ സഭയില് നമ്മുടെ ജനത്തിന്റെ മധ്യയില് ദൈവം ഒന്നേ എന്ന് കണ്ട് കഴിഞ്ഞ നാളുകളില് ഐക്യതയുടെ ആത്മാവില് ദൈവസന്നിധിയില് ആത്മീയ യാഗമായി തീരുവാൻ അല്ലെ സഭയായി കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയെങ്കിൽ ഇന്നും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന് വിഘ്നം വരാതെ അല്ലെ പെസഹ ആചരിപ്പാൻ ദൈവം നമ്മെ ഒന്നിച്ചു കൂടി വരുത്തിയിരിക്കുകയാണ്. ഒന്നിച്ചുകൂടി ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഒരു മനപ്പെട്ടുകൊണ്ട് ഫിലിപ്പി ലേഖനത്തില് പൗലോസ് പറയുന്നത് പോലെ വല്ല കൂട്ടായ്മയും വല്ല സ്നേഹവും വല്ല ഐക്യതയും ഉണ്ടെങ്കിൽ നാം ഏകഭാവമുള്ളവരായി ഐക്യമത്യപ്പെട്ട ഇങ്ങനെ കർത്താവിൻ്റെ സ്നേഹം നാം ദൈവത്തിലെ പൂർണ്ണമാക്കുവാനും നമ്മുടെ കാണുകയാണ്. ദൈവം നമ്മെ വിളിച്ചത് ഹല്ലേലൂയ ഒരു പെസഹയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ പെസഹ എന്തുവാ? നമ്മുടെ പെസഹ കുഞ്ഞാട്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തില് പ്രൈസ് ദി ലോർഡ് ഇവിടെ 30-ാം വാക്യത്തിൽ നമ്മളവിടെ വായിച്ചത്, അനന്തരം ഹിസ്കിയാവ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ് യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും അടുക്കൽ ആളയച്ചു. എബ്രഹീമിനും മനസ്സിക്കും എഴുത്തെഴുതുവാനിടയായി. ആ 2 ഗോത്രങ്ങൾക്ക് അവരെ മാറ്റി നിർത്താതെ അവർക്കും എഴുത്തെഴുതി. സ്തോത്രം, സ്തോത്രം. എത്ര പേർ ഉള്ളത്തിലൊരു സന്തോഷം ഏറ്റെടുക്കുന്നു? എത്ര പേർ ആത്മാവിൽ നിന്ന് ശക്തിപ്പെടുന്നു? ഹല്ലേലൂയ. അവർക്കും ഒരു എഴുത്തെഴുതി.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെയും കൂടെ ചേർത്ത് താൻ അവിടെ പെസക തുടങ്ങി. പെസകയുടെ കാര്യങ്ങളാണ് പിന്നെ ഓരോന്നായി അവിടെ പറയുവാൻ തുടങ്ങുന്നത്. അതിലൊക്കെയും അനേക ആത്മീയ ചിന്തകളുണ്ട്. ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് പെസക കൂടി. പ്രൈസ് ദി ലോർഡ്. പലരും ഏറ്റെടുത്തില്ല. എഴുത്തെഴുതി, നല്ല ഉദ്ദേശത്തോടാണ് എഴുതിയത്, നല്ല രീതിയിൽ ആണ് എഴുതിയത്. എല്ലാവരും ചേർന്ന് വരുവാനും മുടക്കപ്പെട്ടതായ പെസക യഥാർത്ഥമായി നടത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഹിസ്കിയാവ് എല്ലാവർക്കും എഴുത്തെഴുതാനിടയായത്. എന്നാൽ പലരും അത് വേണ്ടതുപോലെ കൊണ്ടില്ല. ക്ഷണം സ്വീകരിച്ച പലരും അതിനെ വേണ്ടുവണ്ണം ഉൾക്കൊള്ളാതെ അവർ അതിനെ പരിഹസിച്ച് തള്ളിയെന്ന് അവിടെ കാണുവാൻ കഴിയുകയാണ്. മാത്രമല്ല, മറ്റൊരു വലിയ കൂട്ടം ജനം ഈ പെസക ആചരിക്കേണ്ടതിന് അവിടേക്ക് കടന്നു വരുവാനിടയായി. ദൈവത്തിലെ ഏതൊരു വിഷയത്തിനും ആത്മാവില് വിഷയങ്ങളോട് ഐക്യമത്യപ്പെടുന്ന ഒരു കൂട്ടർ കാണും. സ്വതന്ത്രം പറയാമോ? മാറി നിൽക്കുന്ന ഒരു കൂട്ടരും കാണും. ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ മാറി നിൽക്കുന്നവരൊരു വിഷയമല്ല. ധൈര്യമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചത്. ചിലരൊക്കെ ചില കാര്യത്തിനൊന്ന് മാറിയിരുന്നാൽ, അല്ലെങ്കിൽ വേണ്ടും ഹല്ലേലൂയ അടുത്ത് വന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ പൈതലേ ഹല്ലേലൂയ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ നമ്മോടുകൂടെ ഒരു വലിയവനുണ്ട്. നാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് എന്ന് നമുക്കൊരു ഒരു ബോധ്യമുണ്ടെങ്കിൽ നാം നമ്മെ ഏൽപ്പിച്ചത് നാം സന്തോഷത്തോടെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഒരു കൂട്ടർ കടന്നു വരാതിരുന്നപ്പോൾ വലിയൊരു കൂട്ടം കടന്നു വന്നവര് അവിടെ ഒരു കാര്യം എന്നെ ശ്രദ്ധിച്ചത്, അവര് വന്നു എങ്കിലും പെസക ആചരിപ്പാൻ വന്നു. പെസകയ്ക്ക് നിയമമുണ്ട്. പെസക വളരെ അല്ല ശുദ്ധീകരണത്തോടെ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. എന്നാൽ വന്ന അനേകരും ശുദ്ധീകരണം ചെയ്യാതെ ഹല്ലേലൂയ ആലയത്തിൽ അവര് പെസക ആചരിപ്പാനിടയായി. ഇത് ദൈവത്തിന് അനിഷ്ടമെന്ന് ഹിസ്കിയാവ് മനസ്സിലാക്കി. പ്രമാണികൾ വന്ന് പറഞ്ഞു. വന്നവര് അനേകരെ ശുദ്ധീകരണം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് പെസക ആചരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പലരും ശുദ്ധീകരണം കൂടാതെ പെസക ഭക്ഷിപ്പാനിടയായി. ഇതറിഞ്ഞതായ ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിപ്പാനിടയായി. ആർക്കു വേണ്ടി? ശുദ്ധീകരണം കൂടാതെ പ്രമാണത്തിന് അകത്തു വന്ന് വേണ്ടും ആ പ്രമാണപ്രകാരം പെസകയുടെ പ്രമാണം യഥാർത്ഥമായി ഏറ്റെടുത്ത് അതിൻ പ്രകാരം അത് ചെയ്യുവാൻ കഴിയാതെ പരാജയത്തോടെ അത് ചെയ്തവർ നശിച്ചു പോകരുത്, അവർക്ക് ദോഷം വരരുത്, അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിപ്പാനിടയായി. ഹിസ്കിയാവിൻ്റെ നല്ലൊരു സ്വഭാവമാണ് അത്. ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ ചിന്ത വരുവാനിടയായി. ദൈവത്തിലെ നമ്മുടെ സഭയിലും നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലും നമ്മുടെ സഹോദരവർഗങ്ങളിലും ഹല്ലേലൂയ വേണ്ടും സ്തോത്രം പ്രൈസ് ദി ലോർഡ് വേണ്ടും ദൈവഹിത പ്രകാരം ശുദ്ധീകരണം പ്രാപിക്കാതെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ. വേണ്ടും ഒരു തീരുമാനമെടുക്കാതെ, വേണ്ടും ഒന്നും ഒരുങ്ങാതെ, വേണ്ടും കാത്തിരിക്കാതെ, തങ്ങളെ തന്നെ സമർപ്പിക്കാതെ ആത്മീയ വിഷയത്തിൽ ഹല്ലേലൂയ അലസരായിട്ട് ഹല്ലേലൂയ പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന പലരുമുണ്ട്. ഇന്ന് പകൽക്കാലം അവർക്കൊരു ദോഷം വരുവാനല്ല, അവർക്കൊന്നും നമുക്കറിയാം. നമുക്ക് ഈ പ്രൈസ് ദി ലോർഡ് തിരുമേശയെ സംബന്ധിക്കുമ്പോഴേ ഇതുപോലെയുള്ള ഉപദേശം അവിടെയുണ്ട്. ഓരോരുത്തർ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഇതിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ തന്നെ ശോധന ചെയ്യാതെ അത് ഭക്ഷിച്ചാൽ അവൻ ബലഹീനനായിത്തീരും, രോഗിയായിത്തീരും, അല്ലെങ്കിൽ നിദ്ര കൊള്ളുവാനിടയാകും. പലപ്പോഴും ആ വചനം ശുശ്രൂഷിക്കുമ്പോഴും ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങൾ നാം പറഞ്ഞ് ശുശ്രൂഷിക്കാറുണ്ട്. പെസകയെക്കാളും ഹല്ലേലൂയ തിരുമേശ എന്ന് പറയുന്നത് ശുദ്ധീകരണത്തോടെ അടുത്തു വരേണ്ടുന്ന വിഷയമാണ്. എന്നാൽ പലപ്പോഴും ആ വേണ്ടും ആ വിഷയത്തിൽ ഏൽപ്പിച്ചടുത്ത് വരുവാൻ കഴിയാതെ പലരുമായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനപ്രകാരം എൻ്റെ മനസ്സിൽ തന്ന ചിന്ത പറയാം. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് അവരോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. തന്നെത്താനാണ് അത് ചെയ്യേണ്ടത് എങ്കിലും ഇവിടെ ഇതാ ഹിസ്കിയാവ് പെസകയുമായി രണ്ടും ഒന്നല്ല, രണ്ടായിട്ട് തന്നെ പറയുകയാണ്. പെസക വേറെന്നാൽ അതിനും നിയമമുണ്ടായിരുന്നു.
അതും ശുദ്ധീകരണത്തോടെ ചെയ്യണം. എന്നാൽ അത് ചെയ്യാതെ ഇരുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിച്ച് അവരുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ ദൈവത്തോട് അപേക്ഷിച്ച ഒരു ഹിസ്കിയാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. ഇന്ന് രാത്രികാലം നമ്മിൽ നകന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പല വിഷയത്തിലും വേണ്ടും വേണം ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന ചിലരെ ഇന്ന് രാത്രിയിൽ ഓർക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സഭയിൽ, കുടുംബത്തിൽ വേണ്ടുമെണ്ണം കർത്താവിനോട് അടുത്തു വരാതെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ ആയിരിക്കുന്നവരെ ഓർത്ത് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട, സഭയിൽപ്പെട്ട ചിലർക്ക് വേണ്ടി ഉപവാസത്തിന് മധ്യയിൽ ഞങ്ങൾ അവരോട് ക്ഷമിക്കുക. കർത്താവെ, അങ്ങ് അവരോട് ക്ഷമിപ്പാൻ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഈ ഉപവാസ ദിനങ്ങളിൽ മാറി നടക്കുന്ന ചിലര്, തെറ്റായി പോകുന്ന ചിലര്, നമ്മുടെ രക്തബന്ധങ്ങള്, സഭാവിശ്വാസികള് യഥാസ്ഥാനപ്പെട്ട അതിന്റെ ശുദ്ധീകരണത്തിലേക്ക് മടങ്ങി വരുന്ന ദിനങ്ങളാക്കി ദൈവമേ ഈ ഉപവാസ ദിനങ്ങളെ തീർക്കുമാറാകണമേ എന്ന് ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരെല്ലാം ആരെയൊക്കെ ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്നുവോ ഒരു നിമിഷം ഉള്ളത്തില് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കായി സ്തോത്രം പറഞ്ഞാട്. നിന്റെ കുടുംബത്തിൽ ചില വിടുതലുകൾ നടക്കുവാൻ പോകുകയാണ്. നിന്റെ രക്തബന്ധങ്ങൾ ചില വിടുതലുകൾ നടക്കുവാൻ പോകുകയാണ്. അവരറിഞ്ഞിട്ടും അറിയാത്തവരെന്നവണ്ണം അകന്നു നടക്കുന്ന അനുഭവങ്ങളുണ്ട്. അല്ലെ ചേർത്തടുപ്പിക്കുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഹല്ലേലൂയ ഈ ഉപവാസ ദിനങ്ങളില്, ആ മണ്ഡലങ്ങളില് ദൈവം വെളിപ്പെടുത്തേണ്ടതിനായിട്ട് നമ്മുടെ ഹൃദയം തുറന്ന് ഹിസ്കിയാവിനെ പോലെ അവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. പെസഹ ആചരിച്ചു. 30:26 കൂടെ വായിക്കാം വേഗം. 30:26. മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യെരൂശലേമിൽ എന്തുണ്ടായി? പെസഹ ആചരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സന്തോഷമുണ്ടായി. ഇസ്രായേലിൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോന്റെ കാലം മുതൽ ഇതുപോലെ യെരൂശലേമിൽ സംഭവിച്ചിട്ടില്ല. ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവസഭയ്ക്ക് തന്ന കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അകന്നുപോയ ചില അനുഭവങ്ങൾ മടക്കി തരുവാൻ വിശ്വസ്തനായ സ്നേഹവാനായ ഒരു ദൈവം ഈ ഉപവാസത്തിന്റെ മധ്യയിൽ നമുക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലുള്ള ചില അനുഭവങ്ങൾ ദൈവമേ ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവവൈതലേ, ശലോമോന്റെ വർഷങ്ങൾക്ക് മുൻപാണ്, ശലോമോന്റെ കാലത്താണ് ഇതുപോലൊരു പെസഹ നടന്നത്. അതുപോലെ പിന്നെ ഇതുവരെ നടന്നിട്ടില്ല. നമ്മുടെ ഈ ഉപവാസത്തെ മറ്റുള്ള ഉപവാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉപവാസമായി മാറ്റുവാൻ ദൈവം തീരുമാനിച്ചതിനാൽ നമുക്കിന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കാം. സഭയുടെ അനുഭവത്തിൽ മാത്രമല്ല, വ്യക്തിപരമായ അനുഭവത്തിലും കുടുംബങ്ങളുടെ അനുഭവത്തിലും ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ ജീവിതത്തിന് ഈ ഉപവാസം ഒരു മഹാസന്തോഷത്തിനും വിടുതലിനും കാരണമായി തീർന്നുവെന്ന് പറയത്തക്കവണ്ണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതൊരു വിടുതലിന്റെ ഉപവാസമായി, ഒരു പ്രത്യേക പെസഹയായി നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു തന്നെ ആ പെസഹ കുഞ്ഞാടിന്റെ അനുഭവം ജീവിതങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട്, ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട്, യേശുവിനോടുള്ള നിരന്തര ബന്ധം ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഈ ഉപവാസം കാരണമാകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ നമ്മുടെ യേശുവിനെ നമ്മുടെ ഉള്ളത്തിൽ വഹിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരിക്കലായി മരിച്ച ആ കുഞ്ഞാട് ദിനം പ്രതി നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ആത്മാവില് നിരന്തര ബന്ധത്തോടെ നിരന്തരം പെസഹയായി ഉള്ളത്തിൽ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ ദൈവം മഹാസന്തോഷത്തോടെ നടത്തുവാനിടയാകും. സന്തോഷം നഷ്ടപ്പെട്ട് നിരാശയോടെ, വേദനയോടെ, ഭാരത്തോടെ എന്തു ഭവിക്കും? മറന്നു കളഞ്ഞുവോ ദൈവമെന്ന ഹല്ലേലൂയ 13-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ എല്ലാം എതിരാകുമ്പോഴും മറന്നു കളഞ്ഞുവോ എന്ന് ചോദിച്ചുകൊണ്ട് ദാവീദ് ഒരിക്കൽ വന്നപ്പോൾ ദൈവം ആ സങ്കീർത്തനം അവസാനിക്കുന്നത്, അവൻ എനിക്ക് നന്മ ചെയ്തിരിക്കാൻ ഞാൻ അവന് പാട്ടുപാടും. ഉപവാസത്തില്
ചില നന്മയുടെ പ്രവൃത്തികൾ ദൈവം ചെയ്തെടുത്തുകൊണ്ട് മഹാസന്തോഷത്തിൻ്റെയും പുതിയ പാട്ടിൻ്റെയും അനുഭവങ്ങൾ ചില കുടുംബങ്ങളിൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശ്വസിച്ച ഒരു ആത്മീയ പെസഹയ്ക്കായി ഇന്ന് രാത്രികാലം അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പെസഹ കുഞ്ഞാടിനെ ഉള്ളത്തിൽ വഹിക്കാം. പഴയ നിയമം അവിടെ നിൽക്കട്ടെ, നമ്മുടെ യേശുവിൻ്റെ ആ പെസഹ കുഞ്ഞാടിനെ നമുക്ക് ഉള്ളത്തിൽ വഹിക്കാം. അല്ല, വേഗം ഒരു വചനം കൂടെ വായിക്കാം. മറ്റൊരു ചിന്ത ദൈവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന 31:2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. 31:2-3. ആ ആ ആ ആ നിയമിച്ചു. മതി. അവിടെ ആലയത്തെ ശുദ്ധീകരിച്ചു. ഒന്നാമത്. രണ്ടാമത് പെസഹ യഥാസ്ഥാനമാക്കി. മൂന്നാമത് അവിടെ കാണുവാൻ കഴിയുന്നത് ആരാധനയുടെ വിഷയങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ ശുദ്ധീകരണം, ദേശത്ത് ശുദ്ധീകരണം. വിഗ്രഹങ്ങളെല്ലാം തകർത്തോ. അല്ലെ, അവിടെ ഇപ്പൊ സ്തോത്രം പറയുവാൻ ആളില്ല, ലേവ്യ പുരോഹിതന്മാരില്ല, എല്ലാം ചിതറിക്കിടക്കുന്ന അനുഭവങ്ങള്. എന്നാൽ ഹിസ്കിയാവ് ഒരു തീരുമാനമെടുത്തോ, അവിടെ സ്തോത്രം ചെയ്യുവാൻ ആളിനെ ആകി. ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. സ്തുതിക്കുവാൻ ആളിനെ ആകി. യാഗത്തിനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു. പുരോഹിതന്മാരെ അവിടെ പടിപടിയായിട്ടാക്കി. അല്ലെ, നിരനിരയായിട്ട് ദൈവസന്നിധിയിൽ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ ജനത്തെ അവിടെ നിരനിരയായിട്ടാക്കി. ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രയാഗങ്ങൾ ഉയരുവാനിടയായി. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവപൈതലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആലയത്തെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം പെസഹ കുഞ്ഞാട് നമ്മുടെ ഉള്ളത്തിൽ അവനത് യാഗമായി അതോ പെസഹ ആചരിച്ച് മഹാസന്തോഷമാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ വരുമാറ് ആലയത്തിൻ്റെ ഉള്ളിലും നമ്മിലും ദൈവത്തെ ആരാധിപ്പാനുള്ള അനുഭവങ്ങൾക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തുതി സ്തോത്രങ്ങൾ അവിടെ ഉയർന്നു, ആരാധന അവിടെ ഉയർന്നു, യാഗങ്ങൾ അവിടെ നടന്നു. ഹല്ലേലൂയ. ഇതുവരെ അവിടെ ഇതിനുള്ള ആൾക്കാരൊക്കെ പണ്ടുണ്ടായിരുന്നു. അവരെല്ലാം മാറി മാറി പോകാനിടയായി. ആർക്കും ചുമതലയില്ല, അവരെല്ലാം അവരുടെ വഴിക്കായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഹിസ്കിയാവ് ചെന്നിട്ട് ആലയത്തില് യാഗത്തിന് ആൾക്കാരെ ആക്കി. സ്തോത്രം പറഞ്ഞേ. പാടുവാൻ ആൾക്കാരെ ആക്കി, സ്തുതിപ്പാൻ ആൾക്കാരെ ആക്കി. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ എല്ലാ ഭാഗം കാണും, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്തോത്രം ചെയ്യുവാൻ ആൾക്കാരെ ആക്കി. ഇന്ന് രാത്രികാലം ചില സ്തുതികൾ നമ്മുടെ നാവിൽ നിന്ന് വരട്ടെ. ചിലപ്പോഴുള്ള സ്തുതിയല്ല, നിരന്തരം സ്തുതിപ്പാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. ആലയത്തിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല, സ്തോത്രക്കാരെന്ന് പേര് കഴിഞ്ഞ നാളുകളിൽ ലോകം നമ്മെ വിളിച്ചുവെങ്കിൽ ഇന്നും സ്തോത്രക്കാരായി നിൽക്കുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സഭ നാട്ടിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയെ ഞാൻ വെറുതെ പറയുകയല്ല, അമ്മച്ചി നാട്ടുകാർ മുസ്ലിങ്ങൾ വിളിക്കുന്നത് സ്തോത്ര അമ്മച്ചി എന്നാ. അവർ മരിച്ചുപോയി കഴിഞ്ഞ 2 വർഷം മുമ്പ്. അവരെ വിളിക്കുന്നത് സ്തോത്ര അമ്മച്ചി എന്നാ. പ്രൈസ് ദി ലോർഡ്. ചാമവിളയിലെ അമ്മയെന്നാണ് ഞങ്ങൾ പറയുന്നത്. അവരാണ് ആ നാട്ടിലെ ആരാധനയിൽ അവരാദ്യ കാലങ്ങളിൽ മുസ്ലിങ്ങളുടെ വീടൊന്നുമില്ല, മറ്റു വീടുകളൊന്നുമില്ല. അവരിറങ്ങി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എല്ലാ വീട്ടിലും ചെന്ന് സ്തോത്രം പറയും. എന്നെല്ലാം നടന്നാലും സ്തോത്രം പറയും. പണ്ട് നമുക്ക് ഉണ്ടായിരുന്നു, ഇന്ന് സ്തോത്രം കുറഞ്ഞവർ ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. നമ്മുടെ നാവിൽ നമ്മൾ ഒരാളിനെ കാണുമ്പോൾ സ്തോത്രം, ആഹാരം മുൻപിൽ വരുമ്പോൾ സ്തോത്രം, ഭക്ഷിക്കുന്നതിന് മുമ്പ് സ്തോത്രം, അല്ലെ കാല് കല്ലിൽ തട്ടുമ്പോൾ സ്തോത്രം, അല്ലെ ദൈവം ഉപകാരം ചെയ്യുമ്പോൾ സ്തോത്രം, നന്മ അനുഭവിക്കുമ്പോൾ സ്തോത്രം. ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്ത് അവൻ എനിക്ക് നന്മ ചെയ്തിരിക്കാൻ ഞാൻ അവന് പാട്ടുപാടും. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നന്മ അനുഭവിക്കുന്ന ദൈവപൈതലെ, ചേറിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം നിന്നെ പിടിച്ചു കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി, അല്ലെ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കി, നിന്റെ നാവില് പുതിയ ഒരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. സ്തുതി ഇന്ന് രാത്രികാലം വെളിപ്പെടട്ടെ, സ്തോത്രങ്ങൾ വെളിപ്പെടട്ടെ. ആലയത്തിനുള്ളില് സ്തോത്രങ്ങൾ വെളിപ്പെടട്ടെ. ഉറച്ച് സ്തോത്രം പറയുവാൻ അടുത്തിരിക്കുന്നവരെ നോക്കേണ്ട കാര്യമില്ല. ഉഡാമാന ഹദുരാജ റീബനാബ ഷൈഡദാന അർത്തുവീര ബൗഡമാന ഹദ്ദുനാര വേഡിദാന അദജാല റിഗമാന ഹഡഗ സാന്തജൽ ഖമന ഗഡഗക്ഷസിയ
ഞാൻ വേഗം മുൻപോട്ട് പോകട്ടെ. ഹല്ലേലൂയ. സ്തുതി സ്തോത്രങ്ങൾ കുറയരുത്. ഓ, അടുത്തിരിക്കുന്നവരാരും സ്വോത്രം പറയുന്നത് പണ്ടിങ്ങനെയൊന്നും അല്ല ദൈവമക്കളെ. ആരാധനയ്ക്ക് സ്വോത്രം സ്വോത്രം കൃപ കൃപ രക്തം ജയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ എങ്കും ഒരു ജയമൊന്നുമില്ല, കൃപയുമില്ല, സ്വോത്രമില്ല. അല്ലെ പറയുവാണെങ്കിൽ നമ്മളെന്താ അല്ലെ വലിയ ഹൃദയത്തിൽ ആത്മാവിലെന്ന് ഖേമിക്കുന്ന ഒരു വിഷയം വരുവാണെങ്കിൽ നമ്മളൊരു സ്വോത്രം പറയും. സ്വോത്രം പറയാമോ? നമുക്ക് നിരന്തരം സ്തോത്രം പറയുവാൻ, അവിടെ ആലയത്തിലെ സ്തുതി പറയുവാൻ ആൾക്കാരെ നിർത്തി. മറ്റൊരു വാക്യം, അല്ലെങ്കിൽ ഈ പ്രൈസ് ദി ലോർഡ് ഹിസ്കിയാവ്, ഹിസ്കിയാവിൻ്റെ ഒരു പ്രത്യേക ഗുണം, അല്ലെങ്കിൽ താൻ പെസഹയും അവിടെ ആചരിച്ചു, അത് കഴിഞ്ഞ് ആരാധന യഥാസ്ഥമാക്കി യഥാസ്ഥാനപ്പെടുത്തി. മറ്റൊന്ന്, ഈ ദൈവമനുഷ്യൻ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യനായിരുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. ആലോചന പറയുവാൻ യെശയ്യാവെന്ന ശക്തനായ പ്രവാചകനും ആ കാലഘട്ടത്തിൽ തനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞേ. താൻ പ്രാർത്ഥിച്ച, സമയമില്ലായെങ്കിൽ ഞാനത് തൊട്ടൊന്ന് വായിച്ചു വിടാം. താൻ പ്രാർത്ഥിച്ച 3 സന്ദർഭങ്ങൾ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 30:18-19 ഹിസ്കിയാവ് പ്രാർത്ഥിച്ച 3 സന്ദർഭങ്ങൾ. ശുദ്ധീകരിക്കാതെ വിധിവിട്ട് മറ്റൊരു പ്രകാരത്തിൽ പെസഹ തിന്നു. വായിക്കാം. പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ വാക്ക് മാത്രം ഒന്ന് വായിച്ചേ. ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ മന്ദിരത്തിനൊത്തവണ്ണം വിശുദ്ധിയോടെ ഹല്ലേലൂയ പെസഹ ആചരിപ്പാൻ കഴിയാതെ വന്ന ഈ ഇവരുടെ വിശുദ്ധിയുടെ കുറവിനെ സ്വർഗസ്ഥനായ ദൈവമേ അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ. ആലയത്തിനൊത്ത വിശുദ്ധി പെസഹ ആചരിച്ച് പെസഹ ഭക്ഷിക്കുന്ന ഇവർക്കില്ല കർത്താവേ. എന്നാൽ അത് അവിടുന്ന് കണക്കിടാതെ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ആ പെസഹ എല്ലാവർക്കും ദൈവം അനുഗ്രഹമാക്കി കൊടുക്കുവാനിടയായി. ദൈവത്തിൻ്റെ വിധിക്കൊത്തവണ്ണം ശുദ്ധീകരണം കൂടാതെ അവർ പെസഹ തിന്നുവെങ്കിലും ഹല്ലേലൂയ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ട് സ്വർഗം മറുപടി കൊടുക്കുവാനിടയായി. 2, നമ്മളിപ്പോൾ വായിച്ച ഭാഗമാണ്. 32:20 ഒന്ന് വായിക്കാം. തുടർ അടുത്ത വാക്യം കൂടെ. 32:20 ആരൊക്കെയാ കൂടെ? യെശയ്യാ പ്രവാചകനും കൂടെ ചേർന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏത് വിഷയത്തിന്? നമ്മളിവിടെ 32-ാം അധ്യായത്തിൽ കാണുന്ന വിഷയം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. സൻഖരീബ ഇക്കാര്യങ്ങളൊക്കെ യഥാസ്ഥാനപ്പെടുത്തി ഹല്ലേലൂയ ആ രാജ്യം സ്തോത്രം യഹൂദ രാജ്യം വളരെ സന്തോഷത്തോടും ചിട്ടയോടും അടുക്കോടും ദൈവിക പ്രമാണത്തിൽ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു രാജാവ്, അശ്ശൂർ രാജാവ് അവർക്കെതിരെ യുദ്ധവുമായി കടന്നു വരുവാനിടയായി. പാസ്റ്റർ എം എ ജോൺ പാസ്റ്റർ കഴിഞ്ഞ ദിവസം ആ ഭാഗം തൊട്ട് നമ്മോട് സംസാരിപ്പാനിടയായി. ഹല്ലേലൂയ. ആ രാജ്യക്കാർ വന്ന് വെല്ലുവിളിച്ച കാര്യങ്ങളും ഹിസ്കിയാവിനെ തഴഞ്ഞ് ഈ ജനം ദൈവത്തോട് അശ്ശൂരിനോട് ചേർന്ന് വരണമെന്നും ഹിസ്കിയാവിനെ തള്ളിപ്പറയണമെന്നും പറഞ്ഞ് കളിയാക്കി ആക്ഷേപിച്ച് പരിഹസിച്ച് പറയുന്ന അനേക വചനങ്ങൾ അതുമായുള്ള ബന്ധത്തിൽ നമുക്ക് 3 ഭാഗങ്ങളിലും കാണുവാൻ കഴിയും. എന്നാൽ ഇത് കേട്ട ഹിസ്കിയാവ് അവരുടെ പരിഹാസത്തിന് മുൻപിലൊന്നും താഴ്ന്നു കൊടുത്തില്ല. ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുമ്പോൾ ശത്രുവായവൻ അവന്റെ പല പദ്ധതികളും ഒരുക്കിക്കൊണ്ട് നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥിച്ച് നിന്റെ കുഞ്ഞുങ്ങളെയുമായി മുൻപോട്ട്, നീ ആരാധനയുമായി മുൻപോട്ട്, ഹല്ലേലൂയ അനുഭവത്തിൽ നിന്റെ സഭയിൽ മുൻപോട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ഭക്തിയോടെ ജീവിപ്പാൻ നീ ആഗ്രഹിക്കുമ്പോൾ ഉപദ്രവങ്ങളുമായി ശത്രു കടന്നു വരുവാനിടയാകും. അവന്റെ പരിഹാസങ്ങളും വെല്ലുവിളികളും അവന്റെ പദ്ധതികളും നീ കണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. അവൻ ഒരുക്കുന്ന സകല പദ്ധതികളെയും പൊളിക്കുന്ന ഒരു വലിയ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്.
നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥിച്ചാൽ മതി. സ്വതന്ത്രം പറയാമോ? നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക. ആര്? ഇവിടെ ഹിസ്കിയാവ് യെശയ്യാവോട് ചേർന്ന് ഒരു പ്രാർത്ഥന അങ്ങ് കഴിച്ചു. ബാക്കി ഞാൻ പറയുന്നില്ല. രണ്ടാമത് ഹിസ്കിയാവ് അപ്പോൾ പ്രാർത്ഥിച്ചത് ഈ യുദ്ധം കടന്നു വന്നപ്പോൾ ഹിസ്കിയാവ് യെശയ്യാവുമായിട്ട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച വാക്യങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. മൂന്നാമത് 32:24 വേഗം ഒന്ന് വായിക്കാം. മരണകരം, നമുക്ക് ആ ഭാഗം അറിയാം. അവനവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നിഷ്കളങ്കതയോടും ഭക്തിയോടും നിന്റെ പ്രമാണം അനുസരിച്ച് കർത്താവേ മറ്റൊന്നും ചെയ്തില്ല, ഞാൻ നിന്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ നടന്നുവെന്ന് ദൈവമേ നീ അറിയുന്നില്ലയോ? തൻ്റെ ജീവിതത്തിൽ ഒന്നാമത് താൻ പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പാപികൾക്ക് വേണ്ടി. രണ്ടാമത് താൻ പ്രാർത്ഥിച്ചത് തൻ്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി, എതിരെ വരുന്ന ശത്രുവിന് വേണ്ടി. മൂന്നാമത് താൻ പ്രാർത്ഥിച്ചു തനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം നിന്റെ കൂട്ടു സഹോദരന് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ, നിനക്കും നിന്റെ രാജ്യത്തിനും നിന്റെ സഭയ്ക്കുമെതിരായി കടന്നു വരുന്ന ശത്രുവിന് വേണ്ടി അവനെ തകർക്കുവാൻ നീ പ്രാർത്ഥിച്ചാൽ, പിന്നത്തേതില് നിനക്കൊരു ഭാരമുള്ള, രോഗമുള്ള, പ്രതികൂലമുള്ള വിഷയം കടന്നു വരുമ്പോൾ ദൈവവൈതലേ നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയും ദൈവം കേൾക്കുവാനിടയാകും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ശത്രുവിന്റെ പദ്ധതിക്കെതിരായി നിൽക്കുമ്പോൾ, ശത്രുവിന്റെ പദ്ധതിക്കെതിരായി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രാണനെതിരായിട്ട് വിഷയങ്ങൾ കടന്നു വരുമ്പോഴാ നീ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതതിൻ്റെ സമയങ്ങളിൽ അവൻ അത്ഭുതകരമായ വിടുതലുകൾ നിനക്കൊരുക്കും. നമ്മുടെ വിഷയങ്ങൾക്ക് അതത് സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് മറുപടി പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യോബിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം. ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. നമ്മുടെ ഭാരമുള്ള വിഷയം ദൈവം മാറ്റിത്തരും. ഞാൻ മുൻപോട്ട് പോവുകയാണ്. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു, 3 പ്രാർത്ഥനയും ദൈവം കേൾക്കുവാനിടയായി. ഒരു വാക്യം കൂടെ 31:3, 4, 5 ഒന്ന് വേഗം ഒന്ന് വായിച്ചേ. 31:3, 4, 5. അഞ്ചും 6 കൂടെ വേഗം ഒന്ന് വായിച്ചു. 5ഉം 6ഉം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദേശത്ത് 5ാമത് ഹിസ്കിയാവ് ചെയ്ത ഒരു കാര്യം, ആലയത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് കൊടുക്കുവാൻ, പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് കൊടുക്കുവാൻ, ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ, ലേവ്യ പുരോഹിതന്മാർക്ക് കൊടുക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വ്യക്തമായ ഉപദേശം കൊടുത്തു. ദൈവാലയത്തിലേക്ക് നിങ്ങളുടെ ഓഹരി നിങ്ങൾ കൊണ്ടുവരുവേൻ, നിങ്ങളുടെ ദശാംശം കൊണ്ടുവരുവേൻ. അവർ കൊണ്ടുവന്ന് കൂമ്പാരമായി മാസങ്ങളോളം അതിനെ കൂട്ടുവാനിടയായി. സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന് കൊടുക്കുവാൻ ഹിസ്കിയാവ് ദൈവജനത്തെ പഠിപ്പിക്കുവാനിടയായി. ദൈവത്തിന് കൊടുത്താൽ, ലേവ്യർക്ക് കൊടുത്താൽ അത് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ ആ ഉപദേശം അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നത് കൂനയായി, കൂമ്പാരമായിട്ട് അവർ ദശാംശം കൊണ്ടുവന്ന് കൂട്ടിയെന്നാ. പിന്നത്തേതിൽ അതിനെ സൂക്ഷിപ്പാൻ അവിടെ ആളെ ആക്കി ആ ദേശത്ത് വലിയ സമൃദ്ധി ഉണ്ടാകുവാനിടയായി. ദൈവവൈതലെ, ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ, ആത്മികമായി ഭൗതികമായി അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവത്തിനും ദൈവാലയത്തിനുമുള്ളത് വചനപ്രകാരം നീ വേർതിരിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ വചനം ഇടപെടുകയാണ്. ഉള്ളതിൽ നിന്ന് ദൈവത്തിന് മാറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗം ഇരിക്കുകയാണ്. ഈ ഹിസ്കിയാവ് ചെന്നെടുത്തൊക്കെ കൃതാർത്ഥനായിരുന്നു. സ്തോത്രം പറയാമോ? ഈ കൃതാർത്ഥത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്. ഒരു കാര്യം, ഒരു വലിയ ടാസ്ക്, ഒരു വലിയ പ്രശ്നം ചെയ്ത് അത് പൂർത്തീകരിച്ച് അതിനെ സമാപ്തി കണ്ട് അത് കണ്ടൊന്ന് ആശ്വസിക്കുന്ന ആ മനോഭാവത്തിനാണ് കൃതാർത്ഥത എന്ന് പറയുന്നത്. എന്തോ ആണെങ്കിലും അത് ചെയ്തെടുപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നല്ലോ. ഞാൻ പണ്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ്? ഒരു വലിയ വിവാഹം വീട്ടിൽ നടക്കുന്നു. ആദ്യത്തെ സംഭവമാണ്. എങ്ങനെ വിളിക്കണം, ആരെ വിളിക്കണം, എന്തൊക്കെ ഒരുക്കണം, എവിടെയൊക്കെ കാര്യം ക്രമീകരിക്കണം, അവരെല്ലാവരും മറന്നുപോയി. ഇതെല്ലാം ആ വീട്ടുടയവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ എങ്ങനെയെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് അത് നടത്തി കഴിഞ്ഞിട്ട് ഹല്ലേലൂയ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഹല്ലേലൂയ ഒരു ദീർഘശ്വാസം വിടുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് ദൈവത്തെ ശ്രദ്ധിച്ചേ. കല്യാണം നടത്തിയവരുടെ കാര്യമല്ല, കല്യാണം നടത്താത്തവരുടെ കാര്യമല്ല, നടത്തിയവരുടെ കാര്യം. കല്യാണം അതുപോലുള്ള സംഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിന് മുൻപിൽ വരുന്ന ടാസ്കുകൾ, ചില വിഷയങ്ങളൊക്കെ അഭിമുഖീകരിച്ച് എങ്ങനെ ഇത് നടത്തും, എങ്ങനെ ഇത് വിജയിക്കും, എങ്ങനെ ഇതിനെ മറികടക്കും, എങ്ങനെ എനിക്കൊരു വിജയം വരും, അല്ലയോ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് തികച്ചു കഴിയുമ്പോൾ ഉള്ളത്തിൽ ദൈവം തരുന്ന ആ വലിയ ആത്മീയ അനുഭവത്തിനാണ്, ആ മാനസിക സ്വസ്ഥതയ്ക്കാണ് കൃതാർത്ഥത എന്ന് പറയുന്നത്. ഹിസ്കിയാവ് ചെന്നെടുത്തൊക്കെയും കൃതാർത്ഥനായിരുന്നു. 1-2 വാക്യം 31-20-21 എന്നിരിക്കുകയാണ്. പ്രവർത്തിച്ചു. കൃതാർത്ഥനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. താൻ ചെയ്ത പ്രവൃത്തിയിൽ താൻ കൃതാർത്ഥൻ. 2 രാജാക്കന്മാർ 18:7. 2 രാജാക്കന്മാർ 18:7. 32-30 കൂടെ ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്തം. പ്രൈസ് ദി ലോർഡ്. ഈ 3 ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പല പ്രവൃത്തികളും താൻ ചെയ്തു. തൻ്റെ പ്രവൃത്തികളിൽ താൻ കൃതാർത്ഥനായി തീരുവാനിടയായി. തുടർന്നാണ് നമുക്ക് 32 ആദ്യ വാക്യം. ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തികളും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സൻഖരീബ് തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ചെയ്യേണ്ടത് താൻ ചെയ്തു കഴിഞ്ഞപ്പോൾ തനിക്കെതിരെ ശത്രു വന്നുവെങ്കിലും ജനത്തെ കൂട്ടിവരുത്തി. സ്വത്രം പറയാമോ? അവരോട് ഹൃദ്യമായി സംസാരിച്ചിട്ട് ഹല്ലേലൂയ ഹിസ്കിയാവ് അവിടെ പറയുകയാണ്, അവനോട് കൂടെ ഉള്ളതിലും ഹല്ലേലൂയ വലിയൊരുവൻ നമ്മോടുകൂടെ ഉണ്ട്. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട്. രാജ്യഭാരം ഏറ്റുകഴിഞ്ഞപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ കാര്യം നോക്കാതെ ദൈവത്തിന്റെ ഹിതത്തിനായി സമർപ്പിച്ച് ആലയത്തെ ശുദ്ധീകരിച്ച് പെസഹ ആചരിച്ച് ഹല്ലേലൂയ ആരാധന യഥാസ്ഥാനപ്പെടുത്തി ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ ഉദ്ദേശിച്ച് കൊടുക്കുവാൻ പ്രേരിപ്പിച്ച് കൃതാർത്ഥനായി പോയ വ്യക്തിക്ക് ഇപ്പോഴൊരു ഉറപ്പും ധൈര്യവുമുണ്ട്. ആര് ഞങ്ങൾക്കെതിരെ കടന്നു വന്നാലും അല്ലെങ്കിൽ ഞങ്ങളോടുകൂടെ ഒരു വലിയവനുണ്ട്. എത്ര പേർക്ക് സ്തോത്രം പറയാം? ദൈവവൈതലെ ചില കാര്യങ്ങൾ ഇന്ന് രാത്രി കാലം യഥാസ്ഥാനപ്പെടുത്തുവാൻ നാം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിത ഭാഗങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മെ ആക്കിയിരിക്കുന്ന പലതുമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ കൃതാർത്ഥരായി തീരത്തക്കവണ്ണം ചിലതൊക്കെയും ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആലോചനയോടെ നാം ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നത്തേതിൽ നമുക്ക് വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം നമുക്കൊരു ഉറപ്പും ധൈര്യവും തരുവാനിടയാണ്. ചെയ്തവന്റെ മുൻപിൽ യുദ്ധവുമായി വന്നു. എന്നാൽ അവിടെ പല വാക്യങ്ങളോട് ഞാനതിൽ കടക്കുന്നതിന് ഇരിക്കുകയാണ്. അവൻ അവരെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം, അവരോട് ഹൃദ്യമായി സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സംസാരിച്ചു? ഹിസ്കിയാവ് സംസാരിച്ചത് എങ്ങനെയാ? ഹൃദ്യമായിട്ട് അവരോട് സംസാരിച്ചു. നിങ്ങൾ ഭയപ്പെടേണ്ട, സൻഖരീബ് നിന്ന് വെല്ലുവിളിക്കട്ടെ, അവനെതിരായി നിൽക്കട്ടെ, അവൻ പരിഹസിക്കട്ടെ, അവൻ അപമാനിക്കട്ടെ, അവൻ എന്തും ചെയ്തു കൊള്ളട്ടെ, എന്നാൽ അവരോടുകൂടെ ഉള്ളവരിലും വലിയ ഒരുവൻ നമ്മോടുകൂടെ ഉണ്ട്. തൻ്റെ കഴിഞ്ഞകാല പ്രവൃത്തികൾ അകന്നു നിന്ന യഹോവയെ അകത്തു കൊണ്ടുവരുവാനാണ്. മാറി നിന്ന ദൈവത്തിൻ്റെ ആരാധനയെ യഥാസ്ഥാനപ്പെടുത്തുവാനാണ്. ഹല്ലേലൂയ. രാജ്യത്ത് യഹോവയുടെ പ്രവൃത്തി ഇല്ലാതെ ഇരുന്നപ്പോൾ അതിൽ ചിലതൊക്കെ യഥാസ്ഥാനപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ കർത്താവ് എവിടെയെങ്കിലും നമ്മിൽ അകന്നിരിക്കുന്നുവോ? എല്ലാവരും ഒരു നിമിഷം തല വണക്കിയാട്ടും, എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടും. നമ്മുടെ യുദ്ധങ്ങളിൽ നമുക്ക് വിജയം വരാതെ വണ്ണം ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു ഹല്ലേലൂയ നമ്മിൽ നിന്ന് നമ്മുടെ ദൈവത്തെ അകറ്റിക്കളഞ്ഞ അനുഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ ആലയത്തിന്റെ അവസ്ഥ എന്താണ്? നാം ആകുന്ന ആലയം. പെസഹയുടെ അനുഭവം എന്താണ്? നമ്മുടെ പെസഹ കുഞ്ഞാട് നമ്മിൽ ഉള്ളിലുണ്ടോ?
നമ്മുടെ ആരാധനയിലെ സ്തുതി സ്തോത്രങ്ങളുണ്ടോ? എല്ലാവരും ഒരു നിമിഷം സ്തോത്രം പറയാം. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ മുൻപിൽ വരുന്ന യുദ്ധത്തിൽ നീ കൃതാർത്ഥനാകുവാൻ, മാത്രമല്ല ഹൃദ്യമായി സംസാരിച്ച് ചിലരെ ബലപ്പെടുത്തുവാൻ, ചിലരെ ധൈര്യപ്പെടുത്തുവാൻ ദൈവം കൃപ തരുവാനിടയാകും. എല്ലാവരും ചേർന്ന് ഒരു നിമിഷം സ്തോത്രം പറയാം. നിന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവം, നിന്നോട് ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവം, അവരോടുകൂടെ ഉള്ളവെല്ലാം. അതിനോട് ചേർന്ന് ചില വാക്യങ്ങളുണ്ട്, ഞാനതെടുക്കുന്നില്ല. യോഹന്നാന്റെ ലേഖനത്തില് അവരോടുകൂടെ ഉള്ളവരെല്ലാം വലിയൊരുവൻ നമ്മോടുകൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരിലും അധികമാണ്. ഇന്ന് രാത്രികാലം ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ വഴി നടത്തുവാനിടയാകും. യേശുവിന്റെ നാമത്തില് ചില യഥാസ്ഥാനങ്ങൾ കടന്നു വരട്ടെ, ചില യഥാസ്ഥാനങ്ങൾ കടന്നു വരട്ടെ. ചില വിഷയങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ നമ്മുടെ യുദ്ധങ്ങളിൽ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയാകും. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് ഒരു ദൂതനെ അയച്ച് 1,85,000 പേരെ തകർത്തുകൊണ്ട് അശൂരിനെ അവരുടെ മുൻപിൽ നിന്ന് സർവശക്തൻ ഓടിക്കുവാനിടയായി. ഒറ്റ രാത്രി കൊണ്ട് ദൂതനെ അയച്ച് അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവരെ വിടുവിപ്പാനിടയായി. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എളിവനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നുകൊള്ളുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടതായി ദൈവദൂതന് മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. തനിക്ക് യുദ്ധം നേരിട്ട സമയത്തും ആമേൻ സ്തോത്രം, ഹിസ്കിയ രാജാവ് സ്തോത്രം ഉറപ്പും ധൈര്യമുള്ളവനായി ആമേൻ ജനത്തോട് വിളിച്ചു പറഞ്ഞ വാക്ക് നാം ശ്രദ്ധയോടെ കേട്ടല്ലോ. 32-ാം അധ്യായത്തിൽ നമുക്ക് കേട്ടു, സ്തോത്രം ആമേൻ, ജനമേ നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. ആമേൻ, അശ്ശൂർ രാജാവിനെയും അവൻ്റെ പുരുഷാരത്തെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ആമേൻ, ഹല്ലേലൂയ. അവനോടുകൂടെ മാംസഭുജങ്ങളേ ഉള്ളൂ, എന്നാൽ നമ്മോടുകൂടെയോ ആമേൻ നമ്മെ യുദ്ധത്തിൽ ആമേൻ നമ്മെ ജയം തരുവാൻ, നമ്മെ സഹായിപ്പാൻ വലിയൊരു ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യെഹിസ്കിയാവ് പറയുക മാത്രമല്ല, തനിക്ക് സ്വയം പരിഹരിപ്പാൻ കഴിയാത്ത വിഷയം തൻ്റെ മുൻപിൽ വന്നപ്പോൾ അവനത് പ്രാർത്ഥനയിലൂടെ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ അശൂർ രാജാവിനെ തകർത്തുകൊണ്ട് അവന് ജയം കൊടുത്ത ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്. അവൻ നമുക്കൊരു ജയം ഇന്ന് രാത്രി കൽപ്പിക്കുകയാ. കരങ്ങളും മദനങ്ങളും ചലിപ്പിച്ച് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം കൊടുക്കാമല്ലോ. ചെയ്തതുപോലെ ആമേൻ ആരാധന യഥാസ്ഥാനപ്പെടുത്താം. ഓ, ഐക്യത പ്രാപിക്കേണ്ട മണ്ഡലങ്ങൾ ഐക്യത പ്രാപിക്കാം. യെസ്. പ്രാർത്ഥനയോടെ ദൈവസ്ഥലേക്ക് അടുത്തു വരാം. ആടബാല റൗഷബാല ചൂടബാല റൗഡബാല ദീഖവ രഗദാല ചൂടബാല റൗഡബാല ദീഖ രഗദ പ്രഭബബ റുഡബാല വൈഡ രബദ ചൂടബാല അംദല ബൗഡബ രീഖവ. ഒരു യെഹിസ്കിയാവിന് വേണ്ടി മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ദിവസങ്ങളിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ചൂടബാല ബൗഡാരാബ ചീഡാരാബ ചീഡാബാബ ശിഖരാബ ഓ രഖ ബാല ബാല ചൂടാബാല പ്രൗഢബാല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയൊരു ദാസനായി പ്രാർത്ഥിക്കാം. പാസ്റ്റർ ടീം കോശിക്കായി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവം നമ്മുടെ മധ്യ ഉപയോഗിച്ചല്ലോ. കർത്തദാസനെ കുടുംബത്തെ ഓർത്തുകൊണ്ട്, തലമുറകളെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം ദൈവവരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് പോരാടി പ്രാർത്ഥിക്കാം. ഇനിയും ആയിരങ്ങൾക്ക് പ്രയോജനകരമായി തീരത്തക്ക നിലയിൽ ശക്തിയോടെ അനേക വേദികളിൽ ദൈവഭക്തരെ നിർത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാബാല റേബാദാബ ചൂടാബാല ദോഖബ രഗബാബ ബേബാബാബ ചൂടാബാല ബൗഡബാല ശിവരാബ ദോഖബ രഗദാല ചൂടാബാൽ ബൗഡബ ദീരാബാല ബൗഡബാല ശിഖരാബ ദേഖബ രഗദബ ചൂടാബാല അംതൽ ബൗഡബ. കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഓർത്ത് കരങ്ങളും മദനങ്ങളും ചലിപ്പിച്ച് സ്തോത്രം കരറ്റാം. ആടബാല ബാല ബാല ചൂടാബാല ബൗഡബാല ചൂടാബാല. ആമേൻ.
ഞങ്ങളുടെ മധ്യത്തിലൂടെ നടകൊണ്ടല്ലോ. അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപയും ആമേൻ ആലോചനയും ബലവും തന്നതിനായി സ്തോത്രം. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ കൃപ തന്നല്ലോ. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ പകർന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ദാസനിലൂടെ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതനായി നന്ദിയോടെ സ്തോത്രം. ഹിസ്കിയാവിനെ കുറിച്ച് ഞങ്ങൾ കേൾപ്പാനിടയായല്ലോ. ആമേൻ 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 ആമേൻ. പ്രതികൂലങ്ങളും യുദ്ധങ്ങളും കടന്നു വന്നപ്പോൾ ആമേൻ ധൈര്യത്തോടെ നിന്നുകൊണ്ട് ജനത്തെ ആമേൻ ധൈര്യപ്പെടുത്തുവാൻ, ജനത്തെ ഒരുക്കുവാൻ തനിക്കിടയായി തീർന്നതിൻ്റെ പിന്നിൽ ഒരുക്കേണ്ട വിഷയങ്ങളെ ഒരുക്കി, ക്രമീകരിക്കേണ്ട വിഷയങ്ങളെ ക്രമീകരിച്ച്, പ്രാർത്ഥിക്കേണ്ട അനുഭവങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചവൻ ധൈര്യത്തോടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, യുദ്ധത്തിന് നടുവിൽ നിൽപ്പാനിടയായെങ്കിൽ ഞങ്ങളുടെയും ജീവിതത്തിൽ കർത്താവേ ആമേൻ യഥാസ്ഥാനത്താക്കേണ്ടതെല്ലാം യഥാസ്ഥാനത്താക്കുവാൻ, ആരാധന യഥാസ്ഥാനത്താക്കുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, വ്യവസ്ഥ പ്രകാരം പെസഹ ആചരിപ്പാൻ, അതിലുപരി കർത്താവേ ശുശ്രൂഷയ്ക്ക് ആമേൻ ആമേൻ കൂറും ക്രമവും ഒരുക്കിക്കൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ മുഴുവനായി ഒന്ന് ശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ കർത്താവേ. ക്രമീകരിക്കേണ്ടത് ക്രമീകരിപ്പാൻ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ നോട്ടം, ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ പ്രവൃത്തികളെ ഒരുക്കുവാൻ ഇന്ന് രാത്രി തന്ന ദൂതനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ ആമേൻ, ഞങ്ങൾ ദൈവകൃപയിൽ മുന്നേറുമ്പോൾ യുദ്ധങ്ങളും പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ഇന്ന് രാത്രി മുന്നറിയിപ്പ് തന്നതിനായി സ്തോത്രം. എന്നാൽ ബലശാലികളായി തീർന്ന് ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, യുദ്ധങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ അമർന്നു പോകുകയല്ല. ആമേൻ, അതിനെതിരെ നിന്ന് ആമേൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ജീവിതത്തിൽ കൃതാർത്ഥനായി തീർന്ന ഹിസ്കിയാവിനെ പോലെ ആമേൻ ഞങ്ങൾ ആത്മീക വിഷയങ്ങളിൽ ദൈവത്തോട് ചേർന്ന് ദൈവം മുന്നേറി ഞങ്ങൾ കൃതാർത്ഥരായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രി കരമെടുത്തതിനായി സ്തോത്രം, ബലപ്പെടുത്തിയതിനായി സ്തോത്രം, നിന്റെ മകനിലൂടെ സംസാരിച്ച ദൂതനായി സ്തോത്രം. തന്നെ അനുഗ്രഹിക്കണമേ. പിന്നെയും അനേകർ പ്രയോജനമുള്ളവനാക്കി അനേകർക്ക് ആശ്വാസം വിടുതലുമായി തീരുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. പ്രിയ കർത്തൃദാസിക്കായി സ്തോത്രം. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരമച്ച് അനുഗ്രഹിച്ച് ദൈവസഭയ്ക്കൊരു മുതൽക്കൂട്ടാക്കി നിന്റെ കുഞ്ഞുങ്ങളെ ശക്തിയോട് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘമായും ഭാഗികമായി ഉപവസിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി എല്ലാവരെയും ശക്തീകരിക്കണമേ, എല്ലാവരെയും ബലപ്പെടുത്തണമേ. ഇനിയും ഉപവസിക്കുവാൻ താല്പര്യമുള്ളവരെ കർത്താവ് ഉദ്യമിപ്പിക്കുമാറാകണമേ. ദൈവസഭയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാൻ, കൃപകൾ ഏറ്റെടുപ്പാൻ ദൈവസഭയായി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കൊരു വലിയ ശുഭത കൽപ്പിക്കണമേ, ഞങ്ങൾക്കൊരു വലിയ മടങ്ങിവരവ് കൽപ്പിക്കണമേ, ഞങ്ങൾക്കൊരു വലിയ യഥാസ്ഥാനം കൽപ്പിക്കണമേ കർത്താവേ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ, തമ്മിൽ തമ്മിൽ ചേർന്നിരിപ്പാൻ, തമ്മിൽ തമ്മിൽ ബഹുമാനിപ്പാൻ, ആമേൻ ആമേൻ, മറ്റുള്ളവരുടെ ഗുണം അന്വേഷിപ്പാൻ അവിടുന്ന് ഞങ്ങളെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു. കരമച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ആശീർവാദത്തോടെ പറഞ്ഞയക്കണമേ. അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ നാളത്തെ വിശുദ്ധ ആരാധനയും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം, ഞങ്ങളുടെ ക്ഷീണിതരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം, ബന്ധനസ്ഥരെ അവിടുന്ന് ആമേൻ വിടുവിച്ചതിനായി സ്തോത്രം. പിന്നെയും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാട്ട്, കൃപയിൽ മറച്ചാട്ട് സകല മാനവും മൂത്തും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവ്, ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി നമ്മെ ധന്യമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു വന്നെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥനയോടത്തെ എല്ലാ വിഷയങ്ങളോടും പൂർണ്ണമായും ഭാഗികമായി ഉപവസിക്കുന്ന എല്ലാ ദൈവജനത്തോടും ഇന്ന് രാത്രി ആമേൻ ഐശ്വര്യമായി ദൈവജനം ഘോഷിച്ച കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോടും ഭൂലോകമെങ്ങുള്ള വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.